ഈ പ്രാവശ്യം കേരളത്തിൽ മൊത്തം താമര വിരിയോ? വേനൽക്കാലം ആണെങ്കിൽ വിരിയില്ല. നമുക്ക് ക്ലൈമറ്റ് എങ്ങനെയാന്ന് അതുപോലെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഉള്ള രണ്ടുപേര് ഇപ്പൊ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്, അഖിലും റോബിനും. എന്തു തോന്നുന്നു? ഒരു അഭിമാന നിമിഷം അടുത്ത പ്രാവശ്യം ഇലക്ഷന് അനു നിൽക്കുവോ? അതും ജയിക്കട്ടെ, എന്നിട്ട് പറയാം. അപ്പൊ ഷിയാസ് കരീം അനുമോളെ ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്ന സംഭവമാണല്ലോ ഇപ്പൊ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. പലരും ഇതിനോടകം ഈ സംഭവം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. സംഭവം മറ്റൊന്നുമല്ല, ഈ അനുമോളും ഷിയാസ് കരീമും കൂടി ഒരുമിച്ച് എവിടെ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ അനുമോൾ എന്താക്കി, ബീഫ് എടുത്തില്ല. ഫുഡ് വിളമ്പുന്ന ആളോട് ബീഫ് വേണ്ട എന്ന് പറഞ്ഞു. അന്നേരം തൊട്ടടുത്ത് ഷിയാസ് കരീം ഉണ്ടായിരുന്നു. അന്നേരം ഷിയാസ് കരീം എന്താക്കി, ബീഫ് കഴിക്കാനുമോള് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അനുമോള് തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് ബീഫ് വേണ്ട എന്ന്. അന്നേരം ഷിയാസ് കരീം എന്താക്കി, തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം, ഡയറ്റിലാണോ അത് BJP ആയതുകൊണ്ടാണോ എന്നുള്ളത്. ഇതാണ് സംഭവത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ സംഭവം പാൻ ഇന്ത്യ ലെവലിൽ റീച്ച് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം, എല്ലാരും കണ്ടല്ലോ. ഇവിടെ അനുമോളും ഷിയാസ് കരീമും ഫുഡ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഇവരുടെ ചുറ്റുമുണ്ട്. അപ്പൊ അവരൊന്ന് കണ്ട സമയത്ത് ഷിയാസ് കരീം ടോപ്പ് ആവാൻ വേണ്ടി പറഞ്ഞതാണ് സംഭവം. പക്ഷേ ഈ സാധനം ഷിയാസ് കരീം വിചാരിച്ചതിലും അപ്പുറത്തേക്ക് റീച്ച് ആയി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഇടയിൽ. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ അനുമോള് ഷിയാസ് കരീം ബോണ്ട് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ മലയാളികൾ ഈ പറയുന്ന ഷിയാസ് കരീമിനെയും അനുമോളെയും ഒരുമിച്ച് കാണാൻ തുടങ്ങിയിട്ട് കാര്യം കുറയായി. ഒരു കാലത്ത് സ്റ്റാർ മാജിക്കിലൊക്കെ ഈ പറഞ്ഞ ഷിയാസ് കരീമും അനുമോളും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അനുമോള് ബിഗ് ബോസിൽ പോയി ബിഗ് ബോസ് വിന്നറായി ഇറങ്ങി വന്നു. ആ സമയത്തും അനുമോളുടെ കൂടെ തന്നെ ഷിയാസ് കരീം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവര് തമ്മിലുള്ള ബോണ്ട് നല്ലോണം അറിയാം. അങ്ങനെയുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഷിയാസ് കരീം പറഞ്ഞതൊരു തമാശയായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇവരെ കുറിച്ച് അന്നും അറിയാത്തൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അനുമോൾ ആരാ ഷിയാസ് കരീം ആരാ എന്നറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നാം? ഒരു ഹിന്ദു യുവതിയെ ഒരു യുവാവ് ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നു. കാഴ്ചയിൽ അയാൾക്ക് ഒരു മുസ്ലിം ലുക്ക് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ കേരളത്തിൽ. ഇത് തന്നെയല്ലേ കേരള സ്റ്റോറി സിനിമയും പറയുന്നത്? അപ്പൊ ആ സിനിമയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ലേ? കേരളത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ആ സാധ്യത മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ പാനലുകൾ എന്താക്കി, ഈ സാധനം അങ്ങ് വൻ രീതിയിൽ ഷെയർ ചെയ്തു. ഇത് ഷെയർ ചെയ്ത് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ഈ സാധനം പ്രചരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ എന്തായാലും 1-2 ഹിന്ദി ചാനലുകളിൽ ഈ വീഡിയോക്ക് കൊടുത്ത ക്യാപ്ഷനുകൾ ഒന്ന് വായിച്ചുതരാം. ബിഗ് ബോസ് മലയാളം 7 വിന്നർ അനുമോൾ അനുക്കുട്ടി ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ് ബൈ റണ്ണറപ്പ് ഷിയാസ് കരീം. റണ്ണറപ്പ് ഷിയാസ് കരീമോ? ഷിയാസ് കരീം എന്നാണ് ബിഗ് ബോസിൽ റണ്ണറപ്പ് ആയത്. എന്തോ ആയിക്കോട്ടെ, അടുത്ത ആഴ്ച നോക്കാം. ഷിയാസ് കരീം, എ മലയാളി TV celebrity, forcing a Hindu woman to eat beef. He shouted at her, eat and eat, when she refused to turn aggressive. Asked if she was on a diet or a BJP follower. കാട്ടുമുല്ല ഷിയാസ് കരീം, എ മലയാളി TV celebrity, forcing a Hindu woman to eat a beef. ഇങ്ങനെ നീളുന്നു പല ഹിന്ദി ചാനലുകളുടെയും പ്രചരണം എന്ന് പറയുന്നത്. ഇവിടെ പലയിടത്തും അനുമോളുടെ പേര് പോലും പരാമർശിക്കുന്നില്ല അല്ലേ, ഹിന്ദു വുമൺ എന്നാണ് പരാമർശിക്കുന്നത്. എന്നാലല്ല അവരുടെ അജണ്ട കൃത്യമായി പ്രചരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും സംഭവം വിചാരിച്ചതിനപ്പുറത്തേക്ക് പാൻ ഇന്ത്യ ലെവലിൽ റീച്ച് ആയി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാണ് സംഘപരിവാറിന്റെ ഒരു പിടിപാട് എന്ന് പറയുന്നത്. ഇവരൊരു സംഭവം പാൻ ഇന്ത്യ ലെവലിൽ പ്രചരിപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സ്പീഡിൽ പ്രചരിച്ചിരിക്കും. കാരണം ഇവർക്ക് അത്രത്തോളം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. ഈ വീഡിയോ എടുത്ത് ആ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങ് പ്രചരിപ്പിച്ച് കുറച്ച് ക്യാപ്ഷൻ ചെയ്ത് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നിമിഷങ്ങൾക്കകം എല്ലാ ഭാഷയിലും ഇത് പ്രചരിക്കും. ആ ലെവലിൽ ഇവർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും സൈബർ വിങ്ങും സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊന്ന് കാണുന്ന പോലെയല്ല മക്കളെ. ഈ BJPയുടെ സൈബർ വിങ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും അനുമോൾ ബീഫ് കഴിക്കാത്ത ഒരാളാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കേട്ടോ. നന്നായി ബീഫ് കഴിക്കുന്ന ഒരാളാണ് അനുമോൾ. എന്തിനു പറയുന്നു, 2 ആഴ്ച മുന്നേ വരെ അനുമോൾ ബീഫ് കഴിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദിലാനൂറിന്റെ എപ്പോഴും നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു. അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറിയുമുണ്ട്. നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ തരാൻ ഇത്തിരി പാട്. ഫ്രൈ കൊറേ ഇവരെടുത്തോണ്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സാലഡ് എടുത്തോട്ടാ. അടുത്ത നെക്സ്റ്റ് അതിനെ പ്ലേറ്റ് എടുക്കും. തരുമോ അനുക്കുട്ടി ചേച്ചി? ഇങ്ങോട്ട് വരുന്നില്ല. എനിക്ക് കുറച്ചിരുന്ന ഇത് സ്പൂൺ നോക്കടി. എനിക്ക് ഫ്രൈ ആണ് കൂടുതൽ. അനുക്കുട്ടി ചേച്ചിയുടെ സ്നേഹം ഉണ്ടല്ലോ. എന്ത് അനുക്കുട്ടി അല്ല അനുക്കുട്ടി ചേച്ചി
ഓക്കെ, അത്രേ ഉള്ളൂ. നല്ലോണം ബീഫ് മാട്ട് കയറ്റുന്ന ആളാണ് അനുമോൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഡയറ്റിലായതുകൊണ്ട് ബീഫ് കഴിക്കുന്നത് നിർത്തി വെച്ചെന്ന് മാത്രം. അത് പിന്നെ എല്ലാവരും ചെയ്യുന്ന സംഗതിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ബീഫ് എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ 6-8 മാസമായിട്ട് ഞാൻ ബീഫ് അധികം കഴിക്കാറില്ല. അത് മറ്റൊന്നുമല്ല, ഞാൻ ഡയറ്റിലാണ്. എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് ബീഫ് കഴിക്കുന്നല്ലാതെ ഞാനായിട്ട് ബീഫ് വാങ്ങി കഴിക്കാറില്ല. കാരണം എല്ലാവർക്കും അറിയാലോ, നല്ല കൊഴുപ്പുള്ള ഫുഡാണ് ബീഫ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തായാലും ഷിയാസ് കരീം ഇങ്ങനെ അനുമോളെ ബീഫ് കഴിക്കാൻ തമാശ രൂപേണ നിർബന്ധിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇന്നലെ വെറുതെ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് ഇഷ്ടം ഷിയാസ് കരീമിനെതിരെ ഇഷ്ടം പോലെ വീഡിയോസ്. ഞാൻ സ്ക്രോൾ ചെയ്യുന്നിടത്തെല്ലാം കാണുന്നത് ഷിയാസ് കരീമിനെതിരെയുള്ള വീഡിയോസ് ആണ്. പലരും ഭയങ്കര വൈകാരികമായിട്ട് ഷിയാസ് കരീമിനെതിരെ പ്രതികരിക്കുന്ന വീഡിയോസ് ഒക്കെയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ 3-4 വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, അല്ലേ ശരിയാണല്ലോ ഇവർ പറയണെന്നുള്ളത്. അനുമോളെ ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്ന നീ പന്നി കഴിക്കണ മോനെ എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും തിരിച്ചു ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങനെ വീഡിയോ ചെയ്തവന്മാരുടെ ഞാൻ പ്രൊഫൈൽ ഒന്ന് എടുത്തു നോക്കുമ്പോണ്ട് മോദിനെ പ്രശംസിച്ചുകൊണ്ടും BJP-നെ പ്രശംസിച്ചുകൊണ്ടും ഒക്കെയുള്ള കുറെ പോസ്റ്റുകൾ അവരുടെ ഫീഡിൽ. അപ്പൊ തന്നെ മനസ്സിലായി ഇത് ഏതാ ടീം എന്നുള്ളത്. എന്തായാലും ഈ സംഘ അനുകൂല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇന്നലെ ഷിയാസ് കരീമിനെ നല്ലോണം ഇട്ട് കൊട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഷിയാസ് കരീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സംഖ്യകൾ കുറെ കാലമായി നോട്ടിട്ട് വെച്ചൊരു ചങ്ങായാണ് ഈ ഷിയാസ് കരീം എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം ഷിയാസ് കരീം തന്നെയാണ്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഷിയാസ് കരീം BJP-കാർക്ക് ഇട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം കൊട്ടാറുണ്ട്. കേരളത്തിൽ ഞങ്ങൾ BJP-യെ വളരാൻ അനുവദിക്കില്ല എന്നൊക്കെ ഷിയാസ് പലയിടത്തും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാലോ, ഇത്തവണത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഖിൽ മാരാറുമായി ഷിയാസ് കരീമിന് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുന്നേ നമ്മളൊരു വീഡിയോയും ചെയ്തതാണ്. പലരും അത് ഓർക്കുന്നുണ്ടാകും. അഖിൽ മാരാർ ഒരു ഇന്റർവ്യൂല് വന്നിരുന്നു കഴിഞ്ഞിട്ട് ഷിയാസ് കരീമിന്റെ ഉമ്മ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നോട് എന്നാണ് ഷിയാസ് കരീം ഉമ്മയോ മൊത്തം ഒരു വീഡിയോ ചെയ്യുകയും അത് വൻ വിവാദമായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായി മാറുന്നതും അതിനുശേഷം അഖിൽ മാരാർക്ക് ഇട്ട് കൊട്ടിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഷിയാസ് കരീം ചെയ്യുന്നതും. ഇതെല്ലാം ഇവിടുത്തെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? സംഘികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിയെ മോശം പറയുന്ന ഒരാൾ അവർ ശ്രദ്ധിക്കാതിരിക്കൂലല്ലോ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ ഇടയ്ക്കിടെ BJP-നും ട്രോളാറുണ്ട്. ഇതെല്ലാം കൂടി ആയ സമയത്ത് ഇവിടുത്തെ സംഖ്യകൾ ഒരു അവസരത്തിനായി കാത്തിക്കായിരുന്നു. കൃത്യമായ അവസരം കിട്ടിയപ്പോ അവരത് ഇട്ട് മുതലാക്കി എന്നുള്ളതാണ്. ഇവിടെ ഷിയാസ് കരീം മാത്രമല്ല, 2 ദിവസം മുന്നേ അനുമോള് വരെ BJP-കാരെ ട്രോളിംഗ് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി. ഈ പ്രാവശ്യം കേരളത്തിൽ മൊത്തം താമര വിരിയോ? വേനൽക്കാലം ആണെങ്കിൽ വിരിയില്ല. നമുക്ക് ക്ലൈമറ്റ് എങ്ങനെയാന്ന് അതുപോലെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഉള്ള 2 പേര് ഇപ്പൊ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അഖിലും റോബിനും. എന്ത് തോന്നുന്നു? ഒരു അഭിമാന നിമിഷം അടുത്ത പ്രാവശ്യം ഇലക്ഷന് അനു നിൽക്കുവോ? അത് ജയിക്കട്ടെ എന്നിട്ട് പറയാം. അതെ, അത്രേ ഉള്ളൂ. അനുമോള് നൈസായിട്ട് ചോദ്യം സ്കിപ്പായി പോയി അല്ലേ. അതിന്റെ ഇടയ്ക്ക് അവസാനം അഖിൽമാരാറിന് റോബിനിട്ട് കൊട്ടാനും മറന്നില്ല. ആദ്യം അവര് ജയിക്കട്ടെ എന്നിട്ട് പറയാന്നൊക്കെ. ഇത് മാത്രല്ലേ കേട്ടോ, ഇന്നലെ അനുമോള് മൊത്തം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഓൺലൈൻ മീഡിയക്കാർ ഷിയാസ് കരീമിനോട് BJP-യുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അന്നേരം ഷിയാസ് കരീമിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അഖിൽമാരാരും ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ഒരു ചാൻസ് ഷിയാസിക്ക് ചാൻസ് കിട്ടിയ നിൽക്കുമോ? ഷിയാസിക്ക് ഒരു പ്രാവശ്യം ഇലക്ഷൻ നിൽക്കാൻ ഒരു ഓഫർ കിട്ടിയ നിൽക്കൂല. എനിക്ക് ഇഷ്ടമല്ല. പുള്ളി ഇരുത്തൂലേ? എനിക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടം. ആശാൻ തമാശയാണ് ഉദ്ദേശിച്ചത്. എല്ലാരും തിരിച്ചാട്ടെ, ആശാൻ കാര്യമായിട്ട് തമാശ അറിഞ്ഞതാണ്. എന്തായാലും കൊള്ളാൻ ഷിയാസ് നിന്റെ തമാശ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഷിയാസ് കരീം അനുമോളെ ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്ന വീഡിയോ വൻ രീതിയിൽ വൈറലായതോടെ ഷിയാസ് കരീമിന് ഒരുപാട് വിമർശനങ്ങൾ വരാൻ തുടങ്ങിയതോടെ ഷിയാസ് കരീം എന്താക്കി അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഷിയാസ് കരീമിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേട്ടോക്കാം. ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാലും BJP-കാരൻ. അതൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാക്കി പറഞ്ഞാട്ടെന്തായാലും അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോള് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, ഈ BJP ജോയിൻ ചെയ്തോ? അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ. ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ അത് കൂട്ടുകാർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഫണ്ണാണ്. പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയുടെ ക്യാമറക്ക് മുന്നിൽ ഇത് ചോദിക്കുന്ന സമയത്ത് ഇത് നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് സാധനം മാറും. ആ ഒരു ബോധം കുറച്ചെങ്കിലും ഷിയാസ് കരീമിന് ഉണ്ടായാലും നന്ദി. നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുന്ന പോലെയല്ല ഓൺലൈൻ മീഡിയയുടെ ക്യാമറക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ അവർ പല രീതിയിലുള്ള ക്യാപ്ഷൻസും കൊടുത്ത് അത് പഠിച്ചു വിടും. ലാസ്റ്റ് നമ്മൾ വിചാരിക്കാത്ത നെറേറ്റീവിലേക്ക് വരെ സാധനം എത്തും. അങ്ങനെ എത്തിയതാണല്ലോ നമ്മൾ കണ്ടത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഷിയാസ് കരീം എന്തോ പറഞ്ഞല്ലോ, ബീഫ് കഴിക്കാത്ത ആളുകളോട് ഞങ്ങൾ പെരുമ്പാവൂരുകാരെ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ടോക്കാണ് BJP-കാരാനാണോ എന്നുള്ളത്. അങ്ങനെ എന്തോ ഷിയാസ് കരീം പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഷിയാസ് കരീമിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ BJP-കാര് ബീഫ് കഴിക്കില്ല എന്ന് ഷിയാസ് കരീമിനോട് ആരാ പറഞ്ഞത്? നന്നായി ബീഫ് കഴിക്കുന്ന എത്രയോ BJP-കാരെ എനിക്ക് പേഴ്സണലി അറിയാം. അവന്മാരുടെ മുന്നിൽ പൊറാട്ടയും ബീഫും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അവന്മാരെ മാട്ട് കയറ്റും. എന്നിട്ട് അപ്പുറത്ത് വന്നിട്ട് പശു ഗോമാതാവാണെന്ന് പ്രസംഗിക്കുകയും ചെയ്യും. എന്തായാലും ഞാൻ അറിഞ്ഞെടുത്തോളം നല്ലോണം ബീഫ് കഴിക്കുന്നവന്മാരാണ് BJP-കാർ എന്നുള്ളതാണ്. അതൊക്കെ അവിടെ
പരസ്യമായിട്ടുള്ള രഹസ്യമാണ് സുഹൃത്തെ. അതുകൊണ്ട് ബീഫ് കഴിക്കാത്ത ഒരാളെ കാണുമ്പോഴേക്കും BJP-കാരനാണെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചോദ്യത്തിനെ പ്രസക്തിയില്ല. ഞാൻ ചുമ്മാ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഷിയാസ് കരീം അനുമോളെ ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്ന വീഡിയോക്കെല്ലാം താഴെ ഷിയാസ് കരീമിനെ എതിർത്ത പലരും തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഷിയാസ് കരീം ഇനി പന്നിയിറച്ചി കഴിക്കുമോ എന്നുള്ളത്. അതിന് ഷിയാസ് കരീം ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. പിന്നെ അത് മീഡിയക്കാരിട്ടില്ല, എനിക്ക് വിഷയമില്ല. പിന്നെ പന്നിയിറച്ചി ഇല്ല, വേവിക്കണം നന്നായിട്ട് അതിൽ വേറെ ഉണ്ടാവും. വേറെ അത് വെന്താ മാത്രമേ വില പോകും. നല്ല കപ്പയായിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിലത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിക്കാനാ, എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നുന്ന ആളാ. അതെന്ത് വർത്താനാണ് ഷിയാസെ? പന്നിയിറച്ചി വേറെ കളഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. പക്ഷെ ഞാൻ പന്നിയിറച്ചി കഴിച്ചില്ല കേട്ടോ. പന്നിയിറച്ചി കഴിക്കാത്ത നിനക്ക് എങ്ങനെയാണ് പന്നിയിറച്ചിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുക? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അറിയാത്ത കാര്യത്തിനെ കുറിച്ച് ചുമ്മാ ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ മോനെ. എന്തായാലും കൊള്ളാം ഷിയാസെ, നീ ബാക്കി പറ. പിന്നെ കേസ് കോടതിയിൽ ക്രോസൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കുഞ്ഞു കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുള്ള കാലം വരെയും ഈ കേസ് ഉണ്ടാവും, മനസ്സിലാക്കിയോ? അതെ, ആർക്ക് വേണ്ടി വരുന്നു പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരെയും ഈ കേസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തുടരും. ഇതൊക്കെ എന്തിനാ ഷിയാസ് ഇവിടെ പറയുന്നത്? സംഭവം മനസ്സിലായോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഷിയാസ് കരീമിനെതിരെ ഒരു പെണ്ണ് പീഡന കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ചാണ് ആശാൻ പറയുന്നത്. ആശാൻ നൈസായിട്ട് സ്വയം ഇടയിൽ കൂടെ ഒളിപ്പിക്കാൻ നോക്കുകയാണ്. അതൊക്കെ ആളുകൾ മറന്നു തുടങ്ങിയ സംഭവമല്ലേ ഷിയാസ് കരീമേ? നീ വീണ്ടും അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റണം. അത് നിനക്ക് തന്നെ ദോഷം ചെയ്യുന്നുള്ളതാണ്. ആ ഒരു ബോധം നിനക്കുണ്ടായ നന്ദി. ബാക്കി പറയെന്തായാലും. അപ്പോ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിന് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. ഇനി എന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന് ജയിൽ ആണുങ്ങൾക്ക് പറഞ്ഞോളാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ജയിൽ ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞതാണോ? നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്കുള്ള ജയിലും ഉണ്ട് കേട്ടോ. ഷിയാസ് കരീം അത് കണ്ടില്ലെന്ന് തോന്നുന്നു. ബാക്കി പറഞ്ഞാലും ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല, ഒരു രീതിയിൽ മാറ്റമില്ല. അത്രേ ഉള്ളൂ. ജയ് ചിഞ്ചോ, വന്ദേ മാതരം. ഞാൻ പ്രൗഡ് ടു സേ ഐ ആം ഇന്ത്യൻ. ഇത് എന്റെ ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാം അത്. ഇനി എന്നെ സുഡാപ്പിയാക്കിയാലും കുഴപ്പമില്ല, എന്നെ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ഹാപ്പി മൂമെന്റ്. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഞങ്ങൾ തമ്മിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല, ഞങ്ങൾ ഒത്തൊരുമയുണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഘപരിവാരം ഒന്ന് മതവിഭജിക്കാൻ നോക്കിയാലും ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ താമര. ഇതെവിടെ അവിടെയും BJP കിട്ടു ട്രോളില്ലേ? എന്തായാലും കൊള്ളാൻ ഷിയാസ്. ഇനി അവസരം കിട്ടുമ്പോൾ എല്ലാം BJP കിട്ട് കൊട്ടുന്നുണ്ടല്ലോ. ഇതുകൊണ്ടൊക്കെയാണ് അവർ അവസരം കിട്ടിയപ്പോൾ നിനക്കിട്ട് കൊട്ടിയത്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ സംഭവമായിട്ട് കണ്ടാൽ മതി. ഒരു പാർട്ടർ സമ്പ്രദായം, അത്രേ ഉള്ളൂ. എന്തായാലും ഇതുകൊണ്ടൊന്നും ഷിയാസ് കരീം അവസാനിപ്പിച്ചില്ല കേട്ടോ. ഇതിന് ശേഷം ഷിയാസ് കരീം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ ഗോപാൽജി ഉണ്ടല്ലോ, ഏത് ഗുരുവായൂർ മത്സരിച്ച ഗോപാൽജി, ഇടയ്ക്കിടെ വിഷം ചീറ്റുന്ന ഗോപാൽജി. മൂപ്പർ എവിടെ റിപ്പോർട്ടർ റിവ്യൂവിൽ ഞാൻ ബീഫ് കഴിക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ട്രോളിക്കൊണ്ടാണ് പിന്നീട് ഷിയാസ് കരീം വരുന്നത്. നമുക്ക് കലാന്ന് കണ്ടോക്കാം. 2 ദിവസമായിട്ട് ഞാനൊന്ന് ബഹിരാകാശത്ത് പോയി. അപ്പോ എന്നെ എല്ലാരും കൂടി പാൻ ഇന്ത്യൻ ബീഫ് സ്റ്റാർ ഷിയാസ് കരീമാക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് ബീഫ് എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പശു ഇറച്ചിയല്ല കേട്ടോ. എന്റെ വീട്ടിലൊക്കെ പശുവിനെ വളർത്തി നമ്മളൊക്കെ പാല് കുടിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ അത് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ അയലൊക്കെ വീട്ടിലൊക്കെ പോയി ഞാൻ ഈ പശുവിന്റെ പാലൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളൊരു ഗോമാതാവ് ആ ഒരു സാധനത്തിലേക്കല്ല. ബീഫ് എന്ന് പറഞ്ഞാൽ പക്ക ബഫല്ലോ, പോത്തിറച്ചി, അത് ഞാൻ കഴിക്കുന്ന പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ എന്റെ ഒരു സിസ്റ്റർ കൂടെ ഒരു സുഹൃത്തായിട്ട് ഒരു കോമിക് തമാശകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് വളച്ചൊടിച്ച് വേറെ ഇതിലേക്ക് ആക്കാൻ പാടില്ല. ഞാൻ ഒരു വീഡിയോന്റെ ഒപ്പം ഇടുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയാം. അത് നമ്മുടെ BJP ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ BJPയുടെ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇടുന്നുണ്ട്. ശരി എന്നാ ബൈട്ടോ, നമ്മൾ നിർത്തി. എനിക്കറിയില്ല, അതെനിക്കറിയില്ല. ഞാൻ ഒരു ഗോപു വെജിറ്റേറിയനാണോ? ഗോപു സത്യം പറയണം, ഗോപു വെജിറ്റേറിയനാണോ? അല്ല. ബീഫ് അടിക്കോ? ഞാന് ഈ ഒരു ബീഫ് കഴിക്കോ? പറഞ്ഞോട്ടോ. അപ്പൊ ഗോപു ബീഫ് കഴിക്കും ഒന്ന് പറഞ്ഞോട്ടോ. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിലും 24 ചാനലിലും ഈ അരുണ്ടെടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ കഴിക്കുക, ബീഫ് കഴിക്കോ, ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി എന്നാ കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെ പോലെ ഇല്ല. ഇവരെന്താ വെച്ചാല് ഇപ്പൊ പശുവിന്റെ കാര്യം പറയുമ്പോ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ഇവരുടെ പരിപാടി 2 എണ്ണത്തിന്റെ പരിപാടി എന്താ പറയുക? ഇവര് വെളിയിലേക്കൊക്കെ നല്ലത് പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ തിരിച്ചു പറയും. ഈ ഹിപ്പോക്രസി പശുവിനെ കണ്ട ഇവന്മാർക്ക് അല്ല, പശുവിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോ ഇവന്മാർ 2 പേരും കൂടി ചാടി കളിക്കുന്ന, ഞാൻ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര സുഹൃത്തുക്കളായതുകൊണ്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്. ചാടി കളിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ പറയാ പശുണ്ടോ, രാവിലെ കഴിഞ്ഞ പശുണ്ടോ, ആകെ പശുവാ 2 പേർക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് ഷിയാസ് കരീമിന് തന്നെയാണ്. പാൻ ഇന്ത്യ ലെവലിലേക്ക് ആളിപ്പോ റീച്ച് ആയത്.
പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷിയാസ് കരീമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആള് കൂടുന്നിടത്ത് ഒരു ടോപ്പ് ആവുന്ന സ്വഭാവം ഷിയാസ് കരീമിനുണ്ട്. ഞാൻ നേരിട്ട് 1-2 തവണ ഷിയാസ് കരീമിനായിട്ട് ഇടപഴകിയ ആ ഒരു അനുഭവം കൊണ്ട് പറയാണ്. 4 ആള് കൂടുന്നുണ്ടോ മൂപ്പരൊന്ന് ടോപ്പ് ആവുന്നു. എവിടെ പോയാലും താനൊന്ന് ശ്രദ്ധിക്കപ്പെടണം, താനൊന്ന് നോട്ടീസ് ചെയ്യപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷിയാസ് കരീം. അതിനുവേണ്ടി എന്ത് വർത്താനം പറയാനും മൂപ്പര് തയ്യാറാണ്. അങ്ങനെ പറഞ്ഞതാണ് അനുമോളോട് ഈ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ച സംഭവം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബുദ്ധിയും ഇവരുള്ള ആരെങ്കിലും ഓൺലൈൻ മീഡിയന്റെ ക്യാമറക്ക് മുന്നിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയോ? നിങ്ങൾ തന്നെ പറ. ഇവൻ ഉദ്ദേശം ഇതുവഴി ട്രോൾ ചെയ്യപ്പെടണം, 4 ആളുകളിലേക്ക് റീച്ച് ആവണം എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഷിയാസ് കരീം എന്താണോ ആഗ്രഹിച്ചത് അത് ഇവിടുത്തെ സംഘപരിവാർ നിറവേറ്റി കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ ഷിയാസ് കരീമിന്റെ അക്കൗണ്ട് റീച്ച് ആയി, ഷിയാസ് കരീമിന് ഇൻസ്റ്റാഗ്രാമിന് ഫോളോവേഴ്സ് കൂടി, പോരാളിയ ഇതൊക്കെ തന്നെ ഷിയാസ് കരീം ആഗ്രഹിച്ചിട്ടുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.